40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മാർസിലേക്ക്, ചുവന്ന ഗ്രഹമെന്ന ചൊവ്വാഗ്രഹത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടി സ്പേസ് എക്സ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ട് അവിടെ ബിൽഡപ്പ് നടത്താൻ കാത്തിരിക്കുന്ന ഏലിയനാണ് അദ്ദേഹം. ഒരു അന്യഗ്രഹ ജീവിയാണെന്ന് പോലും യൂറോപ്പിൽ ചർച്ചകളുള്ള അത്ര വലിയ സയന്റിസ്റ്റ് ആകുന്ന, അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഒരുപാട് സാമ്പത്തികമായ സംവിധാനങ്ങളുടെ നിറകയിലുള്ള, ഇന്ന് വരെയും അത്രയും വലിയ സമ്പത്ത് ഒരു വ്യക്തി ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. അത്രയും വലിയ സമ്പന്നനായ, സയന്റിസ്റ്റായ, ചിന്തകനായ, ഇത്രയും വലിയ ഡെവലപ്പറായ അദ്ദേഹം മനുഷ്യന്റെ കണ്ണിവിടെയല്ലായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? കുറച്ചും കൂടി പുറകിലേക്ക് പോയാൽ അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ, മനുഷ്യന്റെ കാത് കുറച്ചും കൂടി പുറകിലേക്കായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അങ്ങനെ അങ്ങോട്ട് കടന്നുപോയാൽ E=mc² എന്ന് പറയുന്ന തിയറി ലോകത്തേക്ക് സമ്മാനിച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്തെങ്കിലും ഒരു മനുഷ്യന്റെ അവയവത്തെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? 5 വിരലിന് പകരം 4 വിരൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? 5 വിരലായിരുന്നു നല്ലത്. ഒരു മനുഷ്യന് 6 വിരൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനു മുമ്പ് 200 വർഷം ഗ്രാവിറ്റി എന്ന് പറയുന്ന അത്യത്ഭുതകരമായ തിയറി കൊണ്ടുവന്ന സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞിട്ടുണ്ടോ, ഒരു രോമത്തെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം പറയാൻ ലോകത്തിലും ഏതെങ്കിലും ബുദ്ധിജീവികള് തത്വജ്ഞാനവും ശാസ്ത്രവും ഒന്നിച്ചുകൊണ്ട് തുടക്കം ആരംഭിച്ച ഗലീലിയോ പറഞ്ഞിട്ടുണ്ടോ? ലോകത്തെ ഏതൊക്കെ അതിരുകൾക്കപ്പുറത്തു നിന്ന് അത്ഭുതങ്ങൾ തീർത്ത ഏതെങ്കിലും സയന്റിസ്റ്റുമാര് പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പടച്ച റബ്ബുൽ ഇസ്സത്തായ നാഥൻ 15 നൂറ്റാണ്ട് മുമ്പ് ഒരു വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ ഇന്നും പ്രജ്വലിച്ചു നിൽക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. 1500 വർഷത്തിന്റെ പഴക്കം പറയാൻ പറ്റുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ഒരു അകാര ഇകാര ഉകാര വ്യത്യാസമില്ലാതെ ഇന്നും മാലോകരെ അത്യത്ഭുതകരമായ ലോകത്തേക്ക് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ പറയുകയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത്ര മനോഹരമായ സെറ്റപ്പ് നടത്തിയ അല്ലാഹു എത്ര പരിശുദ്ധവാനാണ്, അല്ലാഹു എത്ര പരിശുദ്ധവാനാണെന്ന് പടച്ചോൻ പറയുകയാണ്. ആ സെട്ടിപ്പിന്റെ അത്ഭുതം അത്രയാണ്, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നിട്ട് അല്ലാഹു തആല അവിടെ നിർത്തുന്നില്ല. മനുഷ്യൻ ജനിച്ചു എന്നതിന്റെ ഉടനെ തന്നെ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു തആല പറയുന്നു, പിന്നെ നിങ്ങളെ അല്ലാഹു തആല മരിപ്പിക്കുന്നതാ, പിന്നെ നിങ്ങളെ യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, പരലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ മരണത്തെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. മരണത്തെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു തആല പരലോകത്തെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പരിസരത്തിരുന്ന് എന്റെ ഈ ശബ്ദം വീക്ഷിക്കുന്ന മധുര 17കാരികളാകുന്ന പെൺകുട്ടികളോട്, യുവതികളോട്, നിങ്ങളുടെ ശരീരത്തിന്റെ അകാര സവിഷ്ടവും കാണുമ്പോൾ നിങ്ങൾ ഇടുന്ന റീലുകൾക്ക് ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ടാവും. നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളോട് ഇൻസ്റ്റയിൽ ചാറ്റ് നടത്തുന്നവരുണ്ടാകും. നിങ്ങളോട് നിങ്ങളുടെ സൗന്ദര്യം ഇനിയും കാണട്ടെ എന്ന ആവേശത്തോടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു തന്ന രൂപമുണ്ടല്ലോ, പടച്ചവൻ തന്ന അനുഗ്രഹമുണ്ടല്ലോ, അല്ലാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, അല്ലാഹു തന്ന അവസരമുണ്ടല്ലോ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഇതിനൊന്നിനും സ്ഥായി ഭാവമില്ലാത്ത ലോകത്തിലാ ഉള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇന്നലകളിലുള്ള നമ്മുടെ ശാരീരികാവസ്ഥയല്ല ഇന്നുള്ളത്. നാളെ നമ്മൾ ദുർബലതയിലേക്ക് പോവുകയാണ്, നമ്മുടെ ശരീരം അസ്തമിക്കുകയാണ്, നമ്മൾ ഖബറിലേക്കുള്ള യാത്രയാണ്. എവിടെ അരങ്ങ് തകർത്ത് അല്ലാഹുവിനെ വെല്ലുവിളിച്ച് അധാർമികതയോട് അടുക്കം പറഞ്ഞ് അല്ലാഹുവിനെ വെല്ലുവിളിച്ച് ആരൊക്കെ മുന്നോട്ട് പോയാലും, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹൃദയം തുറന്നൊന്ന് ചിന്തിക്കുമോനേ,
പ്രായപൂർത്തിയായത് മുതലുള്ള നിന്റെ നിസ്കാരം പടച്ചവന്റെ മുമ്പിൽ ചോദിക്കാതെ അല്ലാഹു തആല വിടുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകം പറയുന്നു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ പേരാ പറഞ്ഞത്? എത്ര ആവർത്തിച്ച ആവേശത്തോടെ സ്വലാത്ത് ഉറച്ചുറച്ചു തെല്ലിയാലും അതിന്റെ ആവേശമോ, അതിന്റെ അനുരാഗമോ, അതിന്റെ ആത്മീയതയോ, അതിന്റെ ഉത്സാഹമോ കുറയുകയില്ല. മനസ്സിന്റെ മടിത്തട്ടിൽ നിന്ന് മദീനയുടെ മണൽപ്പരപ്പിലേക്കൊരു സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ മദീനയിൽ കിടന്നുകൊണ്ട് നമ്മുടെ സദസ്സിനെ കാണുകയാണ്. അള്ളാന്റെ ഹബീബ് നമ്മുടെ സദസ്സിനെ നോക്കുകയാണ്. ഹബീബ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുകയാണ്. അവിടുത്തെ അത്ഭുതകരമായ മിഴിയിണകൾ ഇങ്ങോട്ടൊന്ന് തിരിക്കുകയാണ്. പബ്ബലുറൂസിൽ എന്റെ പേരിൽ സ്വലാത്ത് ആവേശത്തോട് ചെല്ലുന്ന ഉപ്പമാരെ കാണുകയാണ്, ചെറുപ്പക്കാരെ കാണുകയാണ്, ഉമ്മമാരെ സഹോദരിമാരെ കാണുകയാണ്. ആ ഹബീബിന്റെ പേരുള്ള സ്വലാത്ത് കൊണ്ട് ഇന്നത്തെ ദിവസം പൂർണ്ണമാകട്ടെ. ഈ മൺതരികൾ ചരിത്രമുറങ്ങുന്നതാകട്ടെ. ഇന്നത്തെ ദിവസം നാളെ പരലോകത്തിൽ നമ്മെ കൈപിടിക്കാൻ കാത്തു നിൽക്കട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്തിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്ന അമലേതാണെന്നറിയുമോ? സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാണ് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം അതാണ്. ആ നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഒരു അമല് ചെയ്തിട്ട് കാര്യമില്ല. നിസ്കാരമുള്ളവന്റെ അമലുകൾ മാത്രമേ അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം അതാക്കി വെച്ചത്. അതാണ് എൻട്രി പാസ്. നിസ്കാരമില്ലാതെ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് പടച്ചവന് സുജൂദ് ആവേശത്തോടെ ചെയ്യാനുള്ള ആരോഗ്യമുള്ള നമ്മുടെ യുവത്വ കാലഘട്ടമുണ്ടല്ലോ, ആ യുവത്വ കാലഘട്ടത്തിൽ നിന്ന് അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അഹങ്കാരികളാകുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ബലഹീനതകളാണ്. ആലോചിച്ച് നോക്കി, ഏത് ജീവിയാണെങ്കിലും ആ ജീവികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല എന്തെല്ലാം കഴിവുകൾ കൊടുക്കാനുണ്ടോ ആ കഴിവുകളൊക്കെ അപ്പോഴും കൊടുക്കും. ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. ഏത് ജീവി ജനിച്ചാലും ജനിച്ചു വീഴുമ്പോ എല്ലാ കഴിവും കൊടുക്കും. ഒരു കോഴി ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വെളിയിൽ വന്നാൽ ഓടുകയാണ്, നടക്കല്ല, ഓടുകയാണ് കോഴിക്കുഞ്ഞുങ്ങൾ ചൂടോടെ. പശു പ്രസവിച്ചാൽ എഴുന്നേൽക്കുകയാണ്, അതിന്റെ അമ്മിഞ്ഞ കുടിക്കാൻ തന്റെ അമ്മ പശുവിന്റെ അകിടിലേക്ക് പോവാണ്. ആരും പറഞ്ഞു കൊടുക്കണ്ട. കുളത്തില് പുഴയിലെടുത്തിട്ടാൽ അവിടെ കിടന്ന് നീന്തും. ഏത് ജീവിക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എന്നാലോ ഈ ലോകത്തെ ഇളക്കി മറിക്കുന്ന മനുഷ്യൻ ജനിച്ചു വീണാൽ ആകെ കൈമുറുക്കി പിടിച്ച് നിലവിളിക്കാൻ അറിയാം, വേറെ എല്ലാം അറിയാവോ? അപ്പൊ നമ്മുടെ മസിൽ പവറൊക്കെ നല്ല ഉഷാറിലാ ഉള്ളത് അല്ലേ? നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് നല്ല ബ്ലഡൊക്കെ നല്ല ശരിക്കും പവറിലാണ് ഓടുന്നത്. ഒരു കുഴപ്പമില്ല, കാണാൻ ഗ്ലാമറുണ്ട്, നല്ല ശുദ്ധപ്രകൃതമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കരയാൻ മാത്രം അറിയുന്ന ഒരു ലോകമുണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അല്പാൽപമായി വീണും കരഞ്ഞും തൊലി പൊട്ടിയും മുട്ടിടിച്ചും ഇങ്ങനെ ഇഴഞ്ഞും നീന്തിയും ഒക്കെ പിടിച്ചു നിന്നുമൊക്കെ അല്പാൽപമായിട്ടാണ് പടച്ച തമ്പുരാൻ നമ്മെ വളർത്തിക്കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയോ? തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊന്നുമില്ലായിരുന്നു എന്നറിയാനാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഇന്നലകൾ അജ്ഞാതമായിരുന്നു, ഓർത്തെടുക്കാൻ പോലും പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. ഉമ്മയുടെ അമ്മിഞ്ഞ കുടിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പൊന്നുമോൻ ഓർമ്മയുണ്ടോ? ഉമ്മയുടെ മുലപ്പാല് കുടിച്ചത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാൻ ഓർമ്മ പോലും ഇല്ലാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. പലരുടെയും കൈകളുടെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ദൗർബല്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്ന് അല്ലാഹു തആല അല്പാൽപമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്നു അല്ലേ? ശൈശവത്തിലൂടെ, ബാല്യത്തിലൂടെ, കൗമാരത്തിലൂടെ യുവത്വത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു തആല ഈ ഭൂലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിപ്പ് നടത്തുകയാണെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടാവും. ഇനി ഒരു 5 മിനിറ്റ് വളരെ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്?
ഏത് വസ്തുവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചാലും അതിന്റെ പുറകിൽ ഒരു രഹസ്യമുണ്ടാവും. എന്തെങ്കിലും ഒരു ഉപകാരം ഇല്ലാത്ത ഒരു മൺതരി പോലും പ്രപഞ്ചത്തിൽ അല്ലാഹു സൃഷ്ടിക്കൂല. അത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ പെട്ടതല്ല. ആവശ്യമില്ലാതെ ഒന്നുമില്ല ലോകത്തിൽ. എല്ലാം മനുഷ്യന് ആവശ്യമാണ്, അല്ലെങ്കിൽ നാം അറിയാത്തവർക്ക് ആവശ്യമാണ്. എല്ലാ വസ്തുക്കളും സർവ്വ വസ്തുക്കളും. ഇപ്പൊ ചൂട് കൂടിയ സമയത്ത് പാമ്പുകളൊക്കെ ഇറങ്ങി മാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലും അടുക്കളയിലും ബെഡിലും AC-യിലും വണ്ടിയിലും സൈക്കിളിലും സ്കൂട്ടറിലും സർവ്വടത്തും കയറുകയാണ്. പാമ്പോടെ പാമ്പാണ്. മൊബൈൽ തുറന്ന പാമ്പിന്റെ കളിയാണ് കാണുക. പാമ്പിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഈ പറയപ്പെട്ട പാമ്പിന്റെ പ്രത്യേകതകളും അതിന്റെ ഗുണമേന്മകളും പ്രോട്ടീനും ഒക്കെ പറഞ്ഞാൽ ഏറെ നേരം പറയാനുണ്ട്. നമ്മൾ ഉപദ്രവകാരി എന്ന് വിചാരിക്കുന്ന ഒരു ജീവിയുടെ ഉപകാരം ഞാൻ പറഞ്ഞത്. ഉപകാരമില്ലാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ ജീവികൾക്കും എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു യുവത്വം വെച്ചിട്ടുണ്ട്. മനുഷ്യന് മാത്രമല്ല. യുവതിയുവാക്കൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. മനുഷ്യന് മാത്രമല്ല, സർവ്വ വസ്തുക്കൾക്കും അല്ലാഹു തആല യുവത്വം കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തു അല്ലാഹു തആല നിർമ്മിച്ചതിന്റെ പിന്നിലുള്ള പ്രയോജനം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന സമയമാണ് ആ വസ്തുവിന്റെ യുവത്വം. ഞാനൊന്നും കൂടെ ആവർത്തിക്കുന്ന ആ വാക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കുന്നവർക്ക് നല്ല ഒരു റാഹത്ത് ഉണ്ടാവും, അല്ലാത്തവരും മേപ്പോട്ട് നോക്കിയിരിക്കും. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. മുമ്പോട്ട് പോകാവോ? കമ്പ്യൂട്ടറിനോട് ചോദിക്കണോ? വേണ്ട, മുമ്പോട്ട് പോയിക്കൂടെ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊന്ന് ഉഷാറായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, റാഹത്തായിട്ട് നമുക്ക് ചിന്തിക്കാനുണ്ട്, ആഖിബത്ത് നന്നായി മരിക്കാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ശ്വാസമൊക്കെ അതിനു വേണ്ടിയാണ്, ആഖിബത്ത് നന്നായി മരിക്കാനാണ്. ജീവിക്കുമ്പോൾ എന്തെങ്കിലും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടുമെന്നൊന്നും ഗ്യാരണ്ടി പറയാനൊന്നുമില്ല. സദസ്സിലിരുന്ന് നല്ല റാഹത്തായിരുന്നു പറയുന്നതനുസരിച്ച് പറയുന്ന ഞാനും നിങ്ങളൊക്കെ ചെയ്താൽ ആഖിബത്ത് നന്നായി മരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഈ ഒരു സദസ്സിൽ നിന്ന് കിട്ടേണ്ടത്. അതാണ് ഈ ദുനിയാവിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യുവത്വം എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും യുവത്വമുണ്ട്. അല്ലാഹു തആല ആ വസ്തുവിൽ വെച്ചിട്ടുള്ള പ്രയോജനം കൂടുതൽ പ്രതിഫലിക്കുന്ന സമയമാണ് അതിന്റെ യുവത്വം. ഒരു തെങ്ങും തൈ വെച്ചാൽ, തെങ്ങും തൈ എന്നാ പറയുക, ശൈശവം എന്നാണ് പറയുന്നതിനർത്ഥം. തൈയാണ്, പ്രായവൃത്തി ആയില്ല എന്നർത്ഥം, യുവാവായില്ല എന്നർത്ഥം. ആ തൈ ഇപ്പോ 5 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈ ഉണ്ടാവട്ടെ, 5ാമത്തെ കൊല്ലം ആകുമ്പോൾ അതില് ഇന്നിപ്പോ വീട്ടിൽ നിന്ന സമയത്ത് താജൂക്ക താഴോട്ട് ഉസ്താദെ കണ്ട തെങ്ങൻ തൈ വയനാടൻ തൈയാണ്, അൽഹംദുലില്ലാ 3ാം വർഷം കൊലച്ചിട്ടുണ്ട്. താജൂക്ക പോയോ? 3ാം വർഷം കൊലച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വീട്ടിന്റെ മോളിൽ നിന്നിട്ട് താഴോട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. 3 വർഷമായപ്പോ ആള് യുവാവായി. അതിന്റെ പ്രയോജനം തുടങ്ങി. ആ തെങ്ങ് തൈ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ച പ്രയോജനം തുടങ്ങി. എല്ലാ തവണയും എല്ലാ വർഷവും തേങ്ങ കിട്ടുവോ? ആ തെങ്ങ് നശിച്ചു പോകുന്നവരെ തേങ്ങ കിട്ടുവോ? തേങ്ങ കുലയ്ക്കാത്ത തെങ്ങും പൂക്കുല വരാത്തൊരു സമയമുണ്ടാകും. അതിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തി. എല്ലാ സമയത്തും പശുപാല് തരുവോ? നിങ്ങൾ ഉണ്ടില്ല, തരൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കറവ പറ്റുന്ന ഒരു സമയമുണ്ടാവും. അത് ആടാണെങ്കിലും അങ്ങനെയാണ്. എല്ലാ സമയത്തും കോഴിമുട്ട തരുവോ? ഇല്ല. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ മുട്ട ഉണ്ടാവില്ല. ഇവിടെ മുടാന്ന് പറയും. മുട്ടാന്ന് പറയോ? ടിഷ്യൂ ഉണ്ടോ? ഇവിടെ മുട്ടാന്ന് പറയോ? മുട്ട. ഇങ്ങോട്ട് മലബാർ ഭാഗത്തേക്ക് ഒരു മുടാന്ന് പറയലുണ്ട്. അതെന്ന് ചോദിച്ചു. മുടാന്ന് പറയും. രണ്ടായാലും സാധനം ഒന്ന് തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു വൃക്ഷമാണ് റബ്ബർ. അല്ലേ? നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ കുറവാണ്. നമ്മുടെ ഭാഗത്തൊക്കെ ധാരാളം റബ്ബറുള്ള ഏരിയകളുണ്ട്. ഒരു റബ്ബറിന്റെ തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം 12 കൊല്ലം ആകുമ്പോഴത്തേക്ക് ആള് ബുലൂഗാകും, നല്ല പാല് വരും, യുവാവായി. അല്ലാഹു ആ വൃക്ഷം കൊണ്ട് ഉദ്ദേശിച്ചത് ആ യുവത്വത്തിലേക്ക് ചെന്നു. വെച്ചപ്പോ തൈയാണ്. ശൈശവത്തിലൂടെ, കൗമാരത്തിലൂടെ, ബാല്യത്തിലൂടെ റബ്ബറും പാലിലെത്തി. പാല് വന്നു, ആള് യുവാവായി. മാഷാ അല്ലാഹ്. എപ്പോഴും പാല് കാണോ? ശ്രദ്ധിച്ചിരിക്കും. എപ്പോഴും പാല് കാണോ? ഇല്ല. എപ്പോഴും റബ്ബറിൽ നിന്ന് പാല് വരില്ല. പാലില്ലാത്തൊരു സമയം മുറിച്ച് വിൽക്കും. പിന്നെ അത് വിറകിനോ മറ്റു കമ്പനികളിലൊക്കെ അത് കൊണ്ടുപോകും. വാർദ്ധക്യാവസ്ഥയിലായി. ഏത് വസ്തുവും. സൂര്യൻ ഇപ്പോൾ യുവത്വം കഴിഞ്ഞു. സൂര്യൻ, സയൻസ് പറയുന്നത് എന്റെ യുവത്വം കഴിഞ്ഞു വരികയാണ്.
കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നില്ല, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു. ഏത് വസ്തുവിനെ സംബന്ധിച്ച് നോക്കിയാലും അതിനൊരു തുടക്കവും, അതിനൊരു ശൈശവവും, അതിനൊരു ബാല്യവും, അതിനൊരു കൗമാരവും, അതിനൊരു യുവത്വവും, അതിനൊരു വാർദ്ധക്യവും ഉണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാ വസ്തുക്കളും വാർദ്ധക്യത്തിലാവും, നശിച്ചു പോകും. ഖുർആൻ. അപ്പൊ ഇതിനെ എല്ലാത്തിന്റെ പുറകിലും അല്ലാഹു തആല ഓരോ ഫലം വെച്ചിട്ടുണ്ട്. എന്നാലോ ഈ പറയപ്പെട്ട മനുഷ്യേതര വസ്തുക്കളെ മുഴുവനും പടച്ചത് ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രയോജനമില്ലാത്ത ഒരൊറ്റ വസ്തുവും പ്രപഞ്ചത്തിലില്ല. ഈ പറയപ്പെട്ട എല്ലാ വസ്തുക്കളും മനുഷ്യന് വേണ്ടിയാണ്. എന്നാലും മനുഷ്യനാർക്ക് വേണ്ടിയാണ്? ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതെല്ലാം ആസ്വദിച്ചിട്ട് ഈ മനുഷ്യനാർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പശുവിന്റെ പാൽ നമ്മൾ കറന്ന് കുടിക്കുന്നു, കോഴിയുടെ മുട്ട രാവിലെ പോയി എടുത്ത് കഴിക്കുന്നു, അങ്ങനെ അറമാദിക്കുകയാണ്. ഇത് ഞാൻ ആർക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നുള്ളോ? ഈ സൂര്യന്റെ ചൂടും സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ നിലാവും ആകാശത്തുള്ള മഴയും ഈ പറയപ്പെട്ട ഭക്ഷണവും ഈ കൃഷി എല്ലാം ആസ്വദിക്കുകയാണ്, എല്ലാം ആസ്വദിക്കുകയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഉടച്ചവന് ഇതെല്ലാം മനുഷ്യന് ഇങ്ങനെ അല്ലാഹു തആല തരികയാണ്. ഈ മനുഷ്യനാകുന്ന ഞാൻ ആർക്ക് വേണ്ടിയാ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഐ ലിയഅരിഫൂൻ, അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യേതര വസ്തുക്കളൊക്കെ മനുഷ്യന് പ്രയോജനത്തിനാണ്. മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു ലക്ഷ്യം അറിഞ്ഞിട്ടല്ലാതെ വിജയം വരിക്കാൻ പറ്റൂല. അപ്പൊ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച ആ ഒരു പ്രയോജനം, അല്ലാഹുവിന് പ്രയോജനമില്ല, നമുക്ക് പ്രയോജനം. അല്ലാഹുവിന് സർവ്വ വസ്തുക്കളും സുജൂദ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ സ്ഥാനത്തിന് ഏതെങ്കിലും ഏറ്റക്കുറച്ചിൽ വരുമോ? നഷ്ടം നമുക്കാണ്. എല്ലാരും തീരുമാനിക്കാൻ ആരും സുജൂദ് ചെയ്യുന്നില്ല, അല്ലാഹുവിനൊരു കുറവില്ല, എല്ലാ നരകത്തിൽ പോകുന്നല്ലാതെ. ഇനി എല്ലാരും കൂടെ ലോകം മുഴുവനും ലോകത്തുള്ള കോടാന 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 കോടികളും സുജൂദ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാഹുവിന്റെ സ്ഥാനത്തിന് വല്ലതും കൂടുവോ? കൂടൂല. നമുക്ക് വേണ്ടിയാണ്. അപ്പൊ മനുഷ്യന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്നുള്ള പർപ്പസാണ് മനുഷ്യനെ അല്ലാഹു തആല പടച്ചത്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കേണ്ട സമയമാണ് മനുഷ്യന്റെ യുവത്വം. പാല് കിട്ടുന്നത് പോലെ, മുട്ട തരുന്നത് പോലെ, ഇറച്ചി തരുന്നത് പോലെ, റബ്ബർ പാല് തരുന്നത് പോലെ മനുഷ്യൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള ഇബാദത്ത് എന്ന് പറയുന്ന കർമ്മം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചു നിൽക്കേണ്ട സമയമാണ് മനുഷ്യന്റെ യുവത്വം. ചെറിയ സംഭവമല്ല നമ്മുടെ യുവത്വം. അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ ചോദ്യമുള്ള ഒരു പ്രത്യേകമായ പ്രതിഭാസമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന യുവത്വം മറന്നു പോകണ്ട. അത് അടിച്ചു പൊളിച്ച് അരങ്ങ് തീർക്കാനുള്ളതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്തിൽ പ്രത്യേകമായി നിന്റെ യുവത്വം എന്തിനാണ് ചിലവഴിച്ചതെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖിലാണ്ടത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള പ്രവിശാലമായ ഭൂഗോളത്തെ പടയ്ക്കാൻ കാരണക്കാരനായ അനന്തവിശാലമായി വിഹായസിനെ പടയ്ക്കാൻ കാരണക്കാരനായ അലറി വിളിക്കുന്ന അലമാലകളെയും അലമാലകളുടെ അടിത്തട്ടിലുള്ള കോടാനകോടി അത്ഭുതങ്ങളെയും പടയ്ക്കാൻ കാരണക്കാരനായ 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വ്യാസമുള്ള പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ ഈ പ്രപഞ്ചത്തെയും ഈ സോളാർ സിസ്റ്റത്തെയും ഈ പറയപ്പെട്ട ഗാലക്സികളെയും മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമേഡ ഗാലക്സിയും അടക്കം ലോകത്തിലുള്ള കോടാന കോടി ഗാലക്സികളെയും പടയ്ക്കാൻ കാരണക്കാരനായ പ്രപഞ്ചത്തിന്റെ സർവാഖിലത്തെയും പടയ്ക്കാൻ കാരണക്കാരനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പ്രേരണ കൂടാതെ സ്വലാത്ത് ചെല്ലുന്നവരാണ് കാസർഗോഡ് ജില്ലക്കാരന്റെ അനുഭവം പറയുകയാണ്. സ്വലാത്ത് ഏറ്റവും കൂടുതൽ പറയാതെ ആവേശത്തോടെ സ്വലാത്ത് ചെല്ലുന്നവരാണ് കാസർഗോഡ് ജില്ലക്കാര്, കർണാടകക്കാര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ അവർ ആ ഒരു കാര്യം എന്നെ കൊണ്ട് തിരുത്തിക്കരുത്. നിങ്ങൾ ഉറച്ചുറച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരലോകത്തിൽ അല്ലാഹു തആല എന്ത് ചെയ്യും? യുവത്വത്തെ കുറിച്ച് പ്രത്യേകമായി ചോദിക്കും, എന്തിനാണ് ചെലവഴിച്ചത് എന്ന്.
എന്തു പറയും പെങ്ങന്മാരെ, എന്തു പറയും നമ്മുടെ യുവത്വം? ഇത്രയും നാള് നമ്മൾ ഉപയോഗിച്ച യുവത്വം എന്തിനുള്ളതാണ്? അവിടെ പടച്ചോന് എത്ര സ്വാധീനമുണ്ട്, അള്ളാഹിന്റെ ഹബീബുമായിട്ട് നമ്മുടെ യുവത്വത്തിന് എത്ര ബന്ധമുണ്ട്, ഇബാദത്തുമായ യുവത്വത്തിന് എത്ര ബന്ധമുണ്ട്. ഈ ലോകത്തിന്റെ നിസ്സാരതയും പരലോകത്തിന്റെ വിശാലതയും കണ്ടറിയുന്ന മനോഹരമായ നിമിഷങ്ങൾ എത്രയുണ്ട്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ അല്ലാഹു എന്ന് ചിന്തിച്ച കൽബ് എപ്പോഴെങ്കിലും ഒന്ന് പടഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്റെ അല്ലാഹു എന്ന്, എന്റെ റബ്ബെന്ന്, എന്റെ ഉടമസ്ഥനെന്ന്, എന്റെ നാഥനെന്ന് എപ്പോഴെങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്തായ നാഥനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കാമുകൻ മെസ്സേജ് അയക്കാതിരിക്കുന്നപ്പോൾ നിന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. കാമുകി നിന്നെ ബ്ലോക്ക് ചെയ്തപ്പോൾ, നിനക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ രുചിയില്ലാതെ വന്നിട്ടുണ്ട്. കിടന്നിട്ടുറക്കം വരാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയം ഒരു നിസ്കാരം ഖളാ ആകുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നൊമ്പരം ഉണ്ടായിട്ടുണ്ടോ? ഒരു തെറ്റ്, സമ്മർദ്ദം, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരു തെറ്റ് വന്നുപോയി. അല്ലാഹുവേ പടച്ചവനെ, ഇന്നലെ രാത്രി ഞാൻ ആ പാപം ചെയ്തു പോയല്ലോ അല്ലാഹ്, എന്റെ അടുത്ത് അത് വന്നുപോയല്ലോ തമ്പുരാനെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, എപ്പോഴെങ്കിലും ഒരു ആവലാതി ഏതെങ്കിലും ഒരു പാതിരാത്രിയിൽ നമ്മുടെ കൽബിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ ജീവിതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ ലോകത്തെ കുറിച്ചൊന്നറിയണേ, ഈ ലോകത്തിന്റെ അവസ്ഥയൊന്നറിയണേ. അടിച്ചുപൊളിച്ച് അരങ്ങ് തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് മുക്കിന് ടറഫുണ്ട്, പേടിക്കണ്ട. രാവും പകലും കളിച്ചു തീർക്കാനുള്ള അവസരങ്ങളുണ്ട്. കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരുപാട് എന്റർടൈം തരുന്നുണ്ട്. പൊന്നുമോനെ, നിന്റെ സ്ക്രീൻ ടൈം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിടാ ചെറുപ്പക്കാരാ. നിനക്ക് അല്ലാഹു തന്ന യുവത്വത്തിൽ എത്ര മണിക്കൂർ അതിൽ ചെലവഴിച്ചു? മൊബൈല് പിടിക്കണ്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, ഡിവൈസുകളുമായി ബന്ധപ്പെടണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല, വാട്സാപ്പ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, ഇൻസ്റ്റ വേണ്ട, ടെക്നോളജികൾ വേണ്ട, ആപ്പൊന്നും വേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല. എത്രയോ നന്മകൾ അതിലൂടെ പ്രസരിക്കുന്നുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്, ഇപ്പോക്ക് പോയാൽ അസ്രായിലിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടാൻ പറ്റുമോ? റബ്ബിന്റെ ഖുർആൻ പറയുന്നു, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹബ് വസീനത്തും വതഫാഖുറും ബൈനകും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാർ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ സുമ്മ യകൂനു ഹുതാമാ വഫിൽ ആഖിറതി അദാബുൻ സദീദുൻ വമഗ്ഫിറത്തും മിനല്ലാഹി വറിളവാൻ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. റബ്ബിന്റെ കലാം ഒരു ദിവസം മുഴുവനും അക്ഷരങ്ങൾ പറക്കി വെച്ച് വഅദ് പറയാനുള്ള ഗൗരവത്തിൽ എനിക്കും നിങ്ങൾക്കും നന്നാകാനുള്ള ആയത്ത് പടച്ച് തമ്പുരാൻ പറയുകയാണ്. ഈ ദുനിയാവിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹു തആല പറയുകയാണ്, പൊന്നുമോനെ, ദുനിയാവിൽ കുറെ അടിച്ചുപൊളികളാണ്. സമ്പത്ത് കൊണ്ട് അഹങ്കാരം നടിക്കലാണ്, സന്താനങ്ങളെ കൊണ്ട് അഹങ്കാരം നടിക്കലാണ്. ആയത്ത് വിശാലമായി പടച്ച തമ്പുരാൻ പറഞ്ഞു വന്നിട്ട് റബ്ബ് പറയുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ ദുനിയാവിന്റെ അവസ്ഥ, ദുനിയവിയായ ജീവിതത്തിൽ ഒരു ചതിപ്പെടുന്ന ഒരു കച്ചവടമാണ് നടക്കുന്നത്. ദുനിയാവിനെ സ്നേഹിച്ചു പോയാൽ വമ്പം നഷ്ടം വരുന്ന ഒരു കച്ചവടത്തിലേക്കാണ് നീ പോകുന്നത്. എന്നാലോ അല്ലാഹു തആല മുഅ്മിനീങ്ങളോടായി ലാഭമുള്ളൊരു കച്ചവടം പറയുന്നു. നഷ്ടക്കച്ചവടം മാത്രം പറഞ്ഞാൽ പോരാലോ. ചിന്തിക്കണേ, മനസ്സുകൊണ്ട് കേൾക്കണേ, റബ്ബിന്റെ കലാമാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല ആളുകളും നന്നായിട്ടുള്ളത് ഏതോ ഒരു നിമിഷം എവിടെയോ കേട്ട ഏതോ ഒരു വാക്കുകൊണ്ടാണ്. പല ആളുകളുടെ അനുഭവം അങ്ങനെ. ചിലപ്പോ ഏതെങ്കിലും ഒരു കാഴ്ച കൊണ്ടാണ്, ഏതോ ഒരു കാഴ്ച കൊണ്ട്. എൻ്റെ അടുത്ത് ഈ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു, കൊല്ലത്തുള്ള ഒരു ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്താണ് ഉസ്താദേ, എൻ്റെ ഒരു കൂട്ടുകാരനും ജീവിതത്തിൽ ഉണ്ടായ മാറ്റം വലിയ മാറ്റമാണ്, ഭയങ്കര മാറ്റം, അത്ഭുതം വന്നുപോയി അവന്റെ മാറ്റം. നിസ്കാരമില്ല, ഒന്നുമില്ല, ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പടച്ചവനില്ല, പള്ളിയില്ല, ഒന്നുമില്ലാതെ നടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ സുഹൃത്തിനുണ്ടായ മാറ്റം വലുതാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പെട്ടെന്ന് മാറാൻ? കാരണം എന്താ?
ഉടനെ ആ ഡോക്ടറായ കൂട്ടുകാരൻ പറഞ്ഞു, ഉസ്താദേ അവന്റെ ആരെയോ ഖബറടക്കാൻ പോയി. പള്ളിക്കാട്ടിലേക്ക് അവനും അനുഗമിച്ചു. അങ്ങനെ പോകുന്ന ആളല്ല. അന്നത്തെ ദിവസം മയ്യത്തിനോടൊപ്പം പള്ളിയിലേക്ക് പോയി. ആ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ആ മയ്യത്തിങ്ങനെ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന ഒരു രംഗം, ഒരു നിമിഷം അവന്റെ കൽബിൽ ഒരു സ്പാർക്ക് വന്നു. ആ കഫം പൊതിഞ്ഞ മയ്യത്തിങ്ങനെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്ന രംഗം കണ്ടപ്പോൾ, അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബേ, ഇരുളടന്ന ഖബറിൽ എന്റെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളാൽ എന്നെ എടുത്തു വെക്കപ്പെടേണ്ടവരാണല്ലോ. ഈ ഒരു ചിന്ത വല്ലാതൊരു മിന്നൽ പ്രണയം പിണറ് പോലെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു. പിന്നെ അവര് നിസ്കാരം മുടക്കിയിട്ടില്ല. പിന്നെ അവൻ ഖളാആയിപ്പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടുന്നു, മറ്റു നിസ്കാരങ്ങൾ നടത്തുന്നു, റബ്ബിനെ പേടിക്കുന്നു, ദിക്ർ ചൊല്ലുന്നുണ്ട്, എല്ലാ കാര്യത്തിലും അങ്ങ് മുന്നിലാണ്. കാരണം ഉള്ളുകൊണ്ട് കൽബൊന്ന് പടഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു രംഗം കണ്ടാലും മനസ്സിന് മാറ്റം ഉണ്ടാകും. ചിലപ്പോൾ ഒരു വഅദിന്റെ സദസ്സിലായിരിക്കും അല്ലാഹു മാറ്റം തരിക. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാര് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നാൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, കേൾക്കാത്ത പേര് കേൾക്കാത്ത ആരുമില്ല. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ അടുത്താണ് അവിടുത്തെ ഖബറുള്ളത്. അല്ലാഹുവേ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, ആ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ച് അവിടുത്തെ ഫൈളാൻ ഞങ്ങളുടെ സദസ്സിൽ നൽകണേ അല്ലാഹ്. ആരിഫാണ്, മഹാനാണ്, വലിയ വിലായത്തിന്റെ അത്യുന്നതമായ സ്വഭാവത്തിലേക്ക് കടന്നുപോയ മഹാനാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടുത്തെ സദസ്സിൽ പങ്കെടുത്ത, ജീവിതത്തിൽ ഒരു വഖ്ത് പോലും നിസ്കരിക്കാത്ത തിരുവനന്തപുരം ജില്ലക്കാരനായ പോത്തങ്കോട് സ്വദേശിയായ അലി അക്ബർ എന്ന് പറയുന്ന സഹോദരൻ, എനിക്ക് നേരിട്ടറിയാവുന്ന സഹോദരനാ, ഞാനുമായിട്ട് നല്ല ബന്ധമുള്ള സഹോദരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു വഖ്ത് പോലും നിസ്കരിക്കാത്ത, അല്ലാഹു എന്ന് വിളിക്കാത്ത, മഴ പെയ്യുമ്പോൾ പോലും മദ്രസയുടെ അകത്തോക്കൊന്ന് കയറി നിൽക്കുമ്പോഴുള്ള കയറി നിന്നിട്ടുള്ള ഒരു ആത്മീയ പാരമ്പര്യമില്ലാത്ത, പള്ളിയുമായി പുലബന്ധമില്ലാത്ത, ഒന്ന് സുജൂദ് ചെയ്തിട്ടില്ലാത്ത സഹോദരൻ, മീൻ കച്ചവടക്കാരനായ അലി അക്ബർ എന്ന് പറയുന്ന സഹോദരൻ തന്റെ കാലിക്കുട്ടയുമായി പഴയ സൈക്കിളും ചവിട്ടി വരുമ്പോഴാണ് തഴവ ഉസ്താദ് പോത്തങ്കോട്, അന്നത്തെ ആ സമയത്ത് കുഗ്രാമമാണ്, ഇന്ന് വലിയ ടൗണാണ് പോത്തങ്കോട്. അന്ന് വഅദ് പറയുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ തഴവ ഉസ്താദിന്റെ വിഷയങ്ങൾ അതൊക്കെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകമാണ്, ഖബറാണ്, ഹിസാബാണ്, ഖിയാമത്ത് നാളാണ്, മൗത്താണ്, ഇതൊക്കെ പറഞ്ഞ് പ്രകമ്പനം കൊണ്ട് സദസ്സിൽ ആളുകൾ ഇരുന്ന് പൊട്ടിക്കറിയുമ്പോൾ ആ സഹോദരൻ സൈക്കിളിൽ പോയി തലയൊന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. തലയൊന്ന് തിരിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ഉണ്ടായ അത്ഭുതം ചെറുതല്ല. മനസ്സിൽ ഇതുപോലൊരു സ്പാർക്ക് വന്നു. സദസ്സിൽ ഇരുന്നു, അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. വീട്ടിൽ പോയി അന്നത്തെ ദിവസം ഉറങ്ങിയില്ല. അന്ന് മുഴുവനും സുജൂദിൽ കിടന്ന് കരഞ്ഞു. തന്റെ ഇന്നലകളെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. നാളെ ഞാൻ ചെല്ലാനുള്ള ഖബറിനെ കുറിച്ച് ഓർത്തു. അടുത്ത പ്രഭാതത്തില് തഴവ എന്ന കുഗ്രാമത്തിലേക്ക് വണ്ടി കയറി. തഴവ ഉസ്താദിന്റെ ചെറിയ കൂരയിൽ പോയി മുട്ടി. തഴവ ഉസ്താദ് വാതിൽ തുറന്നു. തന്റെ തലയിൽ കെട്ടിയിരിക്കുന്ന മുഷിഞ്ഞ തോർത്തഴിച്ചു. ആ മുഷിഞ്ഞ തോർത്തഴിച്ചിട്ട് ഒരു പ്രജ, രാജാവിന്റെ മുമ്പിൽ ഒരു പ്രജ നിൽക്കുന്നത് പോലെ ആദരവോടെ അലി അക്ബർ എന്ന് പറയുന്ന സഹോദരൻ നിന്നു. എന്നിട്ട് പറയുന്നു, ഉസ്താദേ ഇന്നലെ എന്റെ നാട്ടിലായിരുന്നു വഅദ്, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. എനിക്ക് ഈമാനോടെ മരിക്കണം, എനിക്ക് എന്റെ ഖബറിൽ രക്ഷ വേണം, എനിക്ക് എന്റെ പരലോകം രക്ഷപ്പെടണം, ഈ നശ്വരമായ ദുനിയാവിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അനശ്വരമായ മരണമില്ലാത്ത പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം, എന്നെ ഒന്ന് കൈപിടിക്കണം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പി അലി അക്ബർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മഹാനായ തഴവ ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ തഴവ ഉസ്താദ് എന്ന വലിയ കൽബിന്റെ ദാഹമറിയാവുന്നത് കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നിനക്ക് ദുനിയാവും ആഖിറവും ഞാൻ തന്നു പോയിക്കോ. എന്താ പറഞ്ഞു അലി അക്ബർ സാഹിബിനോട്? എന്താ പറഞ്ഞു? ഇവിടെ മിണ്ടുന്നില്ലല്ലോ, കേട്ടില്ല? ദുനിയാവും ആഖിറവും ഞാൻ തന്നു പോയിക്കോ, മതി.
പിന്നുണ്ടായത് അത്ഭുതമാണ്. ജീവിതം മാറി മറിഞ്ഞില്ലേ? അത്ഭുതകരമായ ഖുർആൻ ഒന്നും തുടങ്ങി. അൽഫെന്ന അക്ഷരം പരിചയമില്ലാത്ത ആളാണ്. 5 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇബാദത്തിലേക്ക് അങ്ങ് കടന്നു, സ്വലാത്തിലേക്കും ദിക്റിലേക്കും സൂക്ഷ്മതയിലേക്കും കടന്നു. അവസാനം ഒരു സൂറത്തുൽ ഫാത്തിഹ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അയാൾ ഊതി കൊടുത്താൽ അതിൽ അല്ലാഹു തആല ശിഫ കൊടുത്തു. വീട്ടിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി, പണ്ഡിതന്മാർ വരാൻ തുടങ്ങി, മുത്തഅല്ലിങ്ങൾ വരാൻ തുടങ്ങി, സാദാത്യങ്ങൾ വരാൻ തുടങ്ങി. അലി അക്ബർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം അവിടെ വരുന്ന ആളുകളോട് പറയും, മക്കളില്ല, വിഷമമാണ്, ജോലിയില്ല, ജോലി വേണം, വീടില്ല, വീട് വേണം, ക്യാൻസറാണ്, മാറണം, പ്രയാസങ്ങൾ വന്ന് അലി അക്ബർ എന്ന് പറയുന്ന സഹോദരനോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഖുത്ബുർ റബ്ബാനി വൽ ഗൗസുസ് സമദാനി മഹ്ബൂബ് സുബ്ഹാനി ഖിൻദീൽ നൂറാനി അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുടെ പേരിൽ ഒരു ഖുത്ബിയത്ത് നിങ്ങൾ നേർച്ചയാക്കണം, ഒരു ഖുത്ബിയത്ത് നേർച്ചയാക്കണം. നിങ്ങളുടെ ആവശ്യം പൂർത്തിയായാൽ ആ ഖുത്ബിയത്തിന് നേതൃത്വം കൊടുക്കാൻ ഞാൻ വരും. മക്കളുണ്ടായാൽ, വീട് റെഡിയായാൽ, രോഗം മാറിയാൽ, കടം മാറിയാൽ, ജോലി കിട്ടിയാൽ ആ സമയത്ത് ഞാൻ വരും, ഞാൻ വന്ന് നേതൃത്വം തരും. അൽഹംദുലില്ലാഹ്, എത്രയോ സദസ്സുകളില് ആവശ്യങ്ങൾ പൂർത്തിയായപ്പോൾ ആ ഖുത്ബിയത്തിന്റെ നേർച്ച വിടാൻ പോയ സദസ്സില് ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമാണ്, ഇപ്പോഴും മുത്തഅല്ലിമാണ്. അന്ന് ആ കോളേജിൽ നിൽക്കുന്ന സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അലി അക്ബർ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ വേളി ഉസ്താദ് എന്നാ വിളിച്ചിരുന്നത്. ഉസ്താദ് എന്നല്ലാതെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഒരു സദസ് കൊണ്ട് ഹൃദയത്തിലുണ്ടായിട്ടുള്ള സ്പാർക്ക് കണ്ടുണ്ടായ മാറ്റം വലുതാണ്. ഒരു രംഗം കാണുമ്പോൾ മാറും, ഒരു വാക്ക് കേൾക്കുമ്പോൾ മാറും. അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു സ്പാർക്ക് തരും, ഒരു സംശയവും വേണ്ട. കാരണം നമ്മുടെ ഖൽബിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഒരു പ്രഹസനത്തിന് വേണ്ടിയല്ല പറയുന്നത്, ഒരു പ്രഹസനത്തിന് വേണ്ടിയല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണെങ്കിൽ അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മുടെ കൽബിലുണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല സദസ്സിലും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സദസ്സില് ഈ സാധുവായ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, എന്റെ 2 വഅദിന്റെ സദസ്സിൽ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയി തിരുവനന്തപുരത്ത് വേളി എന്ന് പറയുന്ന തുമ്പവേളി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതാണ് വേളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. കൊച്ചുവേളി ജുമാഅത്ത് പള്ളിയുടെ പുറകുവശത്തെ ഇടതുഭാഗത്തുള്ള ഖബറിൽ നിന്ന് കിടക്കുകയാണ്. ഒരു ആമീൻ പറഞ്ഞോ. അല്ലാഹുവേ, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കണേ റബ്ബേ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പൊന്നുമോനെ, നീ എന്ത് കാത്തായി നീ നിൽക്കുന്നത്? ആരെ കാത്താ നീ നിൽക്കുന്നത്? ഇതിനേക്കാളും വലിയൊരു നേതാവ് നീ വരാനുണ്ടോ? ഇതിനേക്കാൾ നമുക്കിനി കേൾക്കാമല്ലോ, ബാക്കിയുണ്ടോ? അള്ളാഹിനെ കുറിച്ചൊന്ന് ചിന്തിക്ക്. നീ നാളെ വഹാബിന് വന്നു, സൂപ്പറായിരുന്നു, ഹൃദയത്തിൽ ഒരു റാഹത്തുണ്ടായി, നല്ല റാഹത്തായിരുന്നു, ചലിച്ചില്ല, അങ്ങനെ ഇരുന്ന് കേട്ടു. ആർക്കുപകാരമാണ്? എന്റെ മധു പറഞ്ഞുകൊണ്ട് എനിക്ക് ഉപകാരമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആരും മധു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കട്ടെ. ഈ പവ്വലം ദിവസമം കൊള്ളുന്ന മഹാൻ, അവിടുത്തെ ഒരു ഫൈലാൻ പടച്ചവനെ ഇവിടെ അടിച്ചു വീശുന്നൊരു സദസ്സാക്കണേ അല്ലാ, സദസ്സാക്കണേ അല്ലാ. യുവാക്കളും യുവതികളും ചിന്തിക്കണേ. കാണുന്ന പൊലിമയൊക്കെ ഇത് ചതിപ്പെട്ടു പോകുന്നൊരു ബിസിനസ്സാണ്. എന്നാൽ അല്ലാഹു തആല പറയുന്നൊരു ബിസിനസ് ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അള്ളാഹു പറയുന്നൊരു ബിസിനസ് യുവാക്കൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. പടച്ചവൻ പറയുന്നൊരു ബിസിനസ് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടോ? അള്ളാഹു ഒരു കച്ചവടം പറയുന്നുണ്ട് ഖുർആനിൽ. അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, പടച്ചവൻ പറയുന്ന കച്ചവടത്തിന്റെ ഒരു സിസ്റ്റം. നമ്മൾ സാധാരണ ഒരു വസ്തു വിൽക്കണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടാ വിൽക്കുക, അല്ലേ? ഇതിന് 2 വർഷം ഗ്യാരണ്ടി ഉണ്ട്, ഇച്ഛ ഇത് മേടിച്ചോ കൊള്ളാന്നൊക്കെ പറയും. ആവശ്യമില്ലാത്തൊന്നും പറയരുത്, ഉള്ളത് മാത്രമേ കച്ചവടക്കാർ പറയാം, അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ വിയർക്കേണ്ടി വരും. ഇപ്പൊ പൊരിച്ചു വെച്ചിട്ടേ ഉള്ളൂ, 3 ദിവസമായത് അലമാരി കയറിയിട്ട് ഈ പൊരിച്ചത്. ഇപ്പൊ ഒന്നുകൂടെ എണ്ണയിട്ട് ചൂടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? മെനിഞ്ഞാന്നത്തെ കറിയെടുത്തതായി ഇപ്പൊ അടുപ്പേന്ന് കൊണ്ടുവരുന്നു പറയരുത്.
ഇന്നലത്തെ ആണെങ്കിൽ ഇന്നലത്തെയാന്ന് പറഞ്ഞു, കേടൊന്നും ആയിട്ടില്ല, ഇന്നലത്തെ കറി എന്താ ഒന്നും സംഭവിക്കൂല. നമ്മുടെ വീട്ടിലൊക്കെ 2-3 ദിവസം കറി വെച്ച് കൂട്ടാറുണ്ട്. പിന്നെ ഇതിനെ കള്ളം പറയുന്നത്. ഇവിടെ ഹോട്ടലുകാരുണ്ടെങ്കിൽ പടച്ചവനെ എനിക്കങ്ങ് പോകണം. ഇവിടെ ആളുകളെ കുറിച്ചല്ല പറഞ്ഞു. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ജോലികളും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഹോട്ടലുകാരില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഹോട്ടലുകാരില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ശരിയല്ലേ? 2 പേരെ പെട്ടെന്ന് 2 അതിഥികൾ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൂട്ടാം. ഒരു 10 ആള് 2 വണ്ടിയിൽ വന്നാല് എന്താ പറ്റുക? ആരെ ആശ്രയിക്കും? ഒരു പ്രതീക്ഷയില്ല. വന്നാൽ നേരെ പോയിട്ട് 2 മന്തി വാങ്ങിക്കൊണ്ടുവരാൻ പറയും. ഈ മന്തി ആര് കുറ്റം പറഞ്ഞാലില്ലെങ്കിൽ എല്ലാവരും വയറിറച്ച് മന്തി കഴിക്കുന്നവരാണ്. നിങ്ങൾ നോക്ക്, ഹോട്ടലിൽ മുസ്ലിങ്ങൾ മാത്രമാണ് മന്തി കഴിക്കുന്നത്. ഇപ്പൊ മന്തിക്കെതിരെ സമരം നടക്കടാ മോനെ. മന്തിയൊക്കെ പോയി ഉപ്പാട് വരുവേ. ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നതാണ്. എരി പൊരിയുന്ന വെയിലത്ത് ചൂടും തണുപ്പും മറികടന്നുകൊണ്ട് ത്യാഗം ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. നോക്കി നിന്ന് ഇങ്ങനെ കുറ്റം പറയാം, ചാനൽ വന്ന് വർഗീയത പറയാം അല്ലേ? ഹോട്ടലുകളെ, സംരംഭങ്ങളെ, കച്ചവട കേന്ദ്രങ്ങളെ, മുസ്ലിം ചിഹ്നങ്ങളെ, മുസ്ലിം നാമങ്ങളെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. എവിടെ എന്തോ പറയാന്ന് വിചാരിച്ച് രാവിലെ ചില ആളുകൾ വല്ലതും തെച്ചുകൊണ്ട് ഇറങ്ങും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഹോട്ടലുകാരുണ്ടെങ്കിൽ നമുക്ക് 15 പേര് വന്നാൽ 10 പേര് വന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന കള്ളം പറയാൻ പാടില്ല. ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളത് ആ രൂപത്തിൽ പറഞ്ഞാൽ മതി. അപ്പൊ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുക. സ്വാഭാവികമായിട്ടും അതാ പറഞ്ഞത്. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി അതാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ പോകുന്ന കച്ചവടത്തിനെ കുറിച്ച് അല്ലാഹു പറയുന്നത്. പടച്ചോൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, പടച്ചോൻ പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറ, നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം അറിയിച്ചു തരട്ടെയോ? നിങ്ങൾക്ക് ഞാനൊരു ബിസിനസ് അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ കച്ചവടത്തിന്റെ ലാഭം എന്തെന്നറിയുവോ? കാസർഗോഡ് ടൗണിലെ 10 സെന്റ് ഭൂമി വാങ്ങാൻ പറ്റുന്ന ലാഭം കിട്ടുന്ന കച്ചവടമാണോ? ഒരു തെങ്ങും പറമ്പ് വാങ്ങി കൂട്ടാൻ പറ്റുന്ന കച്ചവടമാണോ? ഒരു ബിൽഡിംഗ് കിട്ടാൻ പറ്റുന്ന ലാഭം കിട്ടുന്ന കച്ചവടമാണോ? ഗൾഫിലും ഇവിടെയും സാമ്പത്തിക സാമ്രാജ്യങ്ങൾ സംവിധാനിക്കാൻ ലാഭം കിട്ടുന്ന കച്ചവടമാണോ? ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന കച്ചവടം, പടച്ചോൻ പറയുന്ന കച്ചവടത്തിന്റെ ലാഭം എന്താണ്? തുൻജീകും മിൻ അദാബിൻ അലീം. കത്തിക്കാളുന്ന ഭീകരമായ ബീഭത്സമായ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്നും, നരകച്ചൂടിൽ നിന്നും ആ കച്ചവടം നിങ്ങളെ രക്ഷപ്പെടുത്തും. 38 ഡിഗ്രി നമുക്ക് താങ്ങുന്നില്ല, 39 പറയാനില്ല, 40 നമുക്കൊണ്ട് ചിന്തിക്കാൻ സാധ്യമല്ല. എറണാകുളത്തൊരു ബൈക്കിന്റെ സീറ്റ് അങ്ങ് കരിഞ്ഞുപോയി ചൂട് കൂടിയിട്ട്. എത്ര സൂര്യാഘാതം വന്നു, എത്ര ആളുകൾ മരണത്തിലേക്ക് പോയി, എത്ര ആളുകൾക്ക് പ്രയാസം ഉണ്ടായി, ബോധം കെട്ട് വീണു, ശരീരം പൊള്ളി. ഉച്ച സമയത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? രാവിലെ പോലും ചൂടാണ്. പകൽ സമയത്തിന്റെ കാര്യമല്ല, രാത്രി കിടക്കുമ്പോഴും ഫാനുള്ളവരും AC ഉള്ളവരും വിയർക്കുകയാണ്. പടച്ചവന്റെ ഒരു പരീക്ഷണം അങ്ങ് വന്നാൽ, അല്ലാഹുവിന്റെ ഒരു തീരുമാനം അങ്ങ് വന്നാൽ, 5 ഡിഗ്രി സെൽഷ്യസും കൂടി ഒന്ന് കൂടിയാലുള്ള കാര്യമൊന്ന് ചിന്തിക്കേ. ഏത് മന്ത്രിക്ക് തടയാൻ പറ്റും? ഏത് ടെക്നോളജിക്ക് തടയാൻ പറ്റും? ആർക്കാണ് തടഞ്ഞു നിർത്താൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, 38-39 ഡിഗ്രിയിൽ ഇങ്ങനെ തിളച്ചുമറിയുമ്പോൾ, നമുക്ക് കിടന്നിട്ടുറക്കം വരാത്തൊരവസ്ഥയാകുമ്പോൾ, ശരീരം ഇങ്ങനെ പൊള്ളുമ്പോൾ, വിയർത്തൊലിക്കുമ്പോൾ, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ, അല്ലാഹു തആല പറയുകയാണ്, തുൻജീകും മിൻ അദാബിൻ അലീം. ഇതൊന്നും ഒരു ചൂടല്ല, തീയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കത്തിക്കാളുന്ന നരകം, ആ നരകത്തിൽ നിന്നും ആ കച്ചവടം രക്ഷപ്പെടുത്തും. അതിന്റെ കച്ചവടത്തിന്റെ ബെനിഫിറ്റ് ആദ്യം അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് കച്ചവടത്തിലേക്ക് അല്ലാഹു തആല കടക്കുകയാണ്. പടച്ചോൻ പറയുന്നു, ഏതാണ് ആ ബിസിനസ് എന്നറിയുവോ? ഏതാണ് ആ കച്ചവടം എന്നറിയുവോ? തുഅ്മിനൂന ബില്ലാഹ്
തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. അല്ലാഹു പറയുന്ന കച്ചവടമാണ് ചെറുപ്പക്കാരാ, ഞാൻ പറയുന്നതല്ല പെങ്ങളെ. തുഅ്മിനൂന ബില്ലാഹ്, നിനക്കുടമസ്ഥനായ റബ്ബുണ്ട്, നിന്റെ സർവസ്വവും നിന്റെ സർവസ്വവും ചിന്തിച്ചതാ തീരുമാനിക്കുന്ന അല്ലാഹുവുണ്ട്. ആ പടച്ചവനെ കൊണ്ട് നീ വിശ്വസിക്കണേ. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, ആ പടച്ചവന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണേ. അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്ന രൂപത്തിൽ വിശ്വസിച്ച എത്ര ആളുകളുണ്ട്. അല്ലാഹന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ചു മുന്നോട്ട് പോകുന്ന എത്ര ആളുകളുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത് മുസ്ലിം ആകണമെങ്കിൽ നല്ലൊരു പേരിട്ടാ മതി, മുഹമ്മദ് ചേർത്തോ അബ്ദു ചേർത്തോ ഒരു പേരിട്ടാ മതി, പ്രവാചകന്റെ ഒരു പേരിട്ടാലും മതി, ഏതെങ്കിലും മഹത്തുക്കളുടെ പേരിട്ടാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, 3.5 കോടിയുടെ MDMA ആയിട്ട് കോഴിക്കോട് പിടിച്ചത് ഫാത്തിമ ബീവിയുടെ പേരുള്ള ഒരു പെണ്ണിനെയാണ്, മറക്കണ്ട. ഞാൻ കഥകളുടെ കെട്ടൊന്നും അടിക്കുന്നില്ല, സമയം പോരാ. പേരിട്ടത് കൊണ്ടൊന്നും നന്നാവൂല. നമുക്കൊരടിത്തറയുണ്ടാകണം, അവരെ വഴിതെളിച്ചു വിടാം, മാതാപിതാക്കൾ ഉണ്ടാവണം. ഏത് തെമ്മാടിത്തരം കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മ പെങ്ങന്മാരാണോ മാതാപിതാക്കളാണോ, അല്ലാഹു അവരെയും അവരുടെ പേരിൽ നരകത്തിലിടും. പടച്ച തമ്പുരാൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി കാർഡിൽ നല്ല പേരാണ്, ഒരു മുസ്ലിം പേരാണ്. റേഷൻ കാർഡ് നോക്കുമ്പോൾ മുസ്ലിം പേരാണ്, പാസ്പോർട്ട് നോക്കുമ്പോഴും മുസ്ലിം പേരാണ്, എല്ലാ കാർഡിലും മുസ്ലിം പേരാണ്, പള്ളിയുടെ രജിസ്റ്ററിലും മുസ്ലിം പേരാണ്, എവിടെ നോക്കിയാലും മുസ്ലിം പേരാണ്. അവൻ മരിച്ചാലും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. ആദ്യം ഇമാമിനേക്കാൾ മുമ്പേ തന്നെ ക്രോസിൽ വെക്കുകയാണ്. ഇതൊന്നും മുസ്ലിമാകുന്നതിന്റെ മാനദണ്ഡമല്ല, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്, ഓക്കെയാണ്. മുസ്ലിമാകുന്നതിന്റെ മാനദണ്ഡം ആ കച്ചവടത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കണേ. അടിമയ്ക്ക് ഉടമ പോരെ എന്നുള്ള ബോർഡ് പറ്റൂല. എനിക്ക് അല്ലാഹു മതി, അല്ലാഹനെ അല്ലാത്ത വേറെ ആരും വേണ്ട എന്ന് പറയുന്ന പുത്തംവാദികളെ, നിങ്ങൾ പേര് കൊണ്ട് മാത്രം മുസ്ലിമായവരാ. നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമല്ല, നിനക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇഷ്ടമല്ല, നിനക്ക് സ്വലാത്തിന്റെ മജ്ലിസ് ഇഷ്ടമല്ല, നിനക്ക് പരമ്പരാഗതമായി പരിശുദ്ധമായ ദീന് സ്വഹാബികളിൽ നിന്നും കൈമാറി വന്ന പാരമ്പര്യത്തെ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടും മുസ്ലിമാവൂല. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹിന്റെ ദീനിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ഞാൻ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു, ഞാൻ അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റൂല. ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് ആവുന്നവർക്കാണ് അവിടെ വിശ്രമിക്കാൻ പറ്റുക. അവിടെ ഇവിടെയും വിശ്രമം അങ്ങനൊരു സംഭവമില്ല. ഇങ്ങനെ ഇവിടെ നല്ല വിശ്രമമല്ല, അടിപൊളി നല്ല ഖുഷിയിൽ ഇങ്ങനെ പോവാ. മന്തിയുടെ പുറത്ത് മന്തി, അവിടെയും മന്തി. നോ, മന്തി കഴിക്കണ്ടെന്നല്ല പറഞ്ഞത്. കുറച്ച് കഷ്ടപ്പാടും കുറച്ച് ക്ഷമയും കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് ചൂടും ഒക്കെ ഈ ലോകത്ത് നമ്മൾ ക്ഷമിച്ചെങ്കിലും മാത്രമേ ഖബറിൽ സമാധാനം ഉണ്ടാവൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഖബർ കണ്ടാലും മാറും, സദസ്സിൽ ഒരു നല്ലൊരു വാക്ക് കേട്ടാൽ മാറും, ഇഖ്ലാസോടെ ഇരുന്നാലും മാറും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല പറയാ, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും. ഇത് നിങ്ങൾക്ക് ഖൈറാണ്. ആരാ പറയുന്നത്? ഉടമസ്ഥനായ തമ്പുരാൻ പറയാ, ഇത് നിങ്ങൾക്ക് ഖൈറാണ്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ. പേരുകൊണ്ട് മുസ്ലിമായ കിട്ടൂല. നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഖൈറാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അമറൽ ജലീലു അസ്സ വജൽ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശ്രമം വേണ്ടേ? അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ വെളുപ്പാങ്കാലം 3 മണി വരെ ടെറഫിൽ കളിച്ചു മതിച്ച നിനക്ക് എങ്ങനെയാണ് എഴുന്നേക്കാൻ പറ്റുക?
12 മണി, 1 മണി, 2 മണി സമയം വരെയിലും മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ റീൽസ് കണ്ട് അവസാനം ആ വിരലനക്കാൻ പറ്റാതെ ആ വിരലിങ്ങനെ മൊബൈലിന്റെ പുറത്ത് വെച്ച ആ റീൽസ് പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കിടക്കുകയാണ്, അത് ഓഫാകുന്നത് വരെ. അങ്ങനെ ഉറങ്ങുന്ന പെണ്ണേ, നിനക്കെങ്ങനെയാ പൊന്നുമോളെ നിനക്ക് നിസ്കരിക്കാൻ പറ്റുക? നിനക്ക് ഫാത്തിമ എന്ന പേരുണ്ടാവും, ആയിഷ ബീബിയുടെ പേരുണ്ടാവും, നഫീസത്തുൽ മിസ്രിയാന്റെ പേരുണ്ടാവും. പേര് നല്ലതാണ്, പേര് കൊണ്ട് വലിയ ബറക്കത്തുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എന്റെ പൊന്നുമോളെ, ഈമാനോടെ ജീവിച്ച് നമ്മുടെ ജീവിതം തുടങ്ങണ്ട്. അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ നത്ബഅ നഫ്സഹു ഖവാഹാ വതമന്നാ അലല്ലാഹ്. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്തൊരു വാക്കാണ്, നമ്മളൊക്കെ പെട്ടുപോകുന്നൊരു വാക്കാണ്. തോന്നിയതൊക്കെ ചെയ്യുക, കുഴപ്പമില്ല, പടച്ചവൻ അല്ലാഹു തആല പുറത്തു വരും. ഇത് എന്ത് തോന്നിവാസം ചെയ്യുമ്പോൾ ഇതാ ചിന്ത, പരാജയപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. തെറ്റ് സഹജമാണ്, സ്വാഭാവികമാണ്, പക്ഷേ തൗബ ഉണ്ടാവണം, തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള കഠിനമായ ശ്രമം ഉണ്ടാവണം. ഇത് നിസ്സാരമായിട്ട് എല്ലാം ചെയ്യുകയാണ്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ശരീരത്തെ തരപ്പെടുത്താതെ തെറ്റുകൾ ചെയ്യുകയും അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ അവസാനം പരാജയത്തിന്റെ പടുക്കുഴിയിലെത്തുമെന്ന് ഞാനല്ല പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം കാണുമ്പോൾ, ഞാൻ അടക്കമുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ഇവിടെ തന്നെ സ്ഥിരതാമസിക്കുന്ന ആളുകളാണെന്നാണ് ആലോചിച്ച് നോക്കി. ഈ ഞാനും ഒന്നാമത്തെ എന്റെ പേര് എഴുതിക്കോളൂ, നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ ഈ പറയാൻ പോകുന്ന നമ്പറിൽ ഒന്നാമത്തത് എന്റെ പേര് എഴുതിക്കോളൂ, ബാക്കി നിങ്ങൾ എത്രയാന്ന് വെച്ചാൽ നമ്പർ ഇട്ടോളൂ. ഒന്നാമത്തെ എന്റെ എഴുതിക്കോളൂ, നിങ്ങൾക്ക് ആർക്കും ബേജാറ് വേണ്ട. നമ്മളെല്ലാ ആളുകളും ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ഇപ്പോഴെങ്ങും നമ്മൾ മരിക്കൂല എന്നാണ്. ഇപ്പോഴെങ്ങും മരിക്കൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടടുത്ത ദിവസം എന്റെ നാട്ടിലൊരു മരണം ഉണ്ടായി. അതിന്റെ ഷോക്ക് തീർന്നിട്ടില്ല. ഇപ്പോഴും 24 വയസ്സുള്ള അൽതാഫ് ഹിഷാമി എന്ന് പറയുന്ന ഒരു അനുജ സഹോദരൻ മരണപ്പെട്ടു. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ആ മരണത്തിന്റെ ദുഃഖസാന്ദ്രമായ അവസ്ഥ ഇപ്പോഴുണ്ട്. ആ കുടുംബത്തിൽ തളം കെട്ടിക്കിടക്കുന്നുണ്ട്, പരിസരത്തുണ്ട്, കുടുംബങ്ങളിലുണ്ട്. മറുഭാഗത്തിൽ നോക്കുമ്പോൾ വലിയ തൗഫീഖ് ലഭിച്ചൊരു മരണമായിരുന്നു. ഒരു മാതൃകാപരമായ ജീവിതം നയിച്ചതിന്റെ പേരില്, സദാ റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതിന്റെ പേരില്, അള്ളാഹുവിനെ പേടിച്ച് മുന്നോട്ട് പോയതിന്റെ പേരില്, ഇബാദത്തിൽ കൃത്യതയുണ്ടായതിന്റെ പേരില്, അഹ്ലുസുന്ന വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖിദ്മത്ത് ചെയ്തതിന്റെ പേരില്, ഒരു ചെറിയ ശമ്പളം, എന്തെങ്കിലും ചെറിയൊരു വരുമാനം വല്ലപ്പോഴൊക്കെ കിട്ടുന്നതിൽ നിന്നും ഉള്ളതുപോലെ ആരും അറിയാതെ സദഖ കൊടുത്തതിന്റെ പേരില്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണപ്പെടുന്നതിന് മുമ്പ് പലരോടും അതിന്റെ സൂചനകളുള്ള വാക്കുകൾ പറഞ്ഞു. മരണപ്പെടുന്നതിന് മുമ്പ് പല ആളുകളോടും പല വർത്തമാനങ്ങളും പറഞ്ഞു. അവനുമായി ബന്ധപ്പെട്ട, ആ സഹോദരനുമായി ബന്ധപ്പെട്ട എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക. മരണപ്പെടുന്നതിന്റെ അന്നത്തെ ദിവസം ഒരു വിവാഹത്തിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, സാധാരണ അങ്ങനെ പറയാറില്ല, ഉമ്മ എന്റെ ഉസ്താദ് വാങ്ങിച്ചു തന്ന ഡ്രസ്സ് ഉമ്മയൊന്ന് കഴുകി തേച്ചു തരണം, ഞാൻ അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. ആ ഉസ്താദ് മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഉമ്മ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ കഴുകി തേച്ചിട്ട് കൊടുത്തു. അതുമായിട്ട് പുറത്തു നിൽക്കുന്ന സമയം, ആ ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണത്തിന് ഇറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയം, പുറത്തു നിൽക്കുന്ന സമയം ഒരാൾ ചോദിച്ചു, എങ്ങോട്ട് പോവാണ്? കല്യാണത്തിന് പോകുന്നു എന്നല്ല പറഞ്ഞത്, ഞാനൊരു യാത്ര പോവുകയാണ്. ഓരോ മൂമെന്റുകളും അറിഞ്ഞോ അറിയാതെയോ മരണത്തിലേക്കുള്ള യാത്രയാണ്. റോഡിന്റെ സൈഡിലുള്ള ഒരു ചെറിയ ഒരു പൊക്കം, ഒരു എഡ്ജിലേക്ക് വണ്ടി ഒന്ന് കയറാൻ പ്രയാസപ്പെട്ട് വണ്ടി മറിഞ്ഞു.
ഒന്നും അറിഞ്ഞു വീണട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു അപകടമില്ല, വണ്ടിയായിട്ടൊന്നും കൂട്ടിമുട്ടിയിട്ടൊന്നുമില്ല. പുറകിലിരുന്ന ചെറുപ്പക്കാരന് ഒന്നും പറ്റിയിട്ടില്ല. ആ വീണ വാഹനം ഓടിച്ച ചെറുപ്പക്കാരൻ അതാ അവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്ക് കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടു. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കണം, ആ മയ്യത്തിനെ കാണാൻ വേണ്ടി വന്ന ആളുകളുടെ തിരക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. എത്ര ആലിമീങ്ങൾ ആ നാട്ടുകാർ ഞെട്ടിപ്പോയി. തിങ്ങി നിറഞ്ഞു ആ വീട് മുഴുവനും. വീട്ടിന്റെ ഉള്ളിൽ മയ്യത്ത് വെക്കാൻ പറ്റിയില്ല, പുറത്താ മയ്യത്ത് വെച്ചത്. ആ പള്ളി മൈനാഗപ്പള്ളിയിൽ, കരുനാഗപ്പള്ളിക്കടുത്ത് ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ചെറുബിലാക്കൽ പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ അവിടെയുള്ളവർ പറയുന്നു, ഞങ്ങളുടെ ഓർമ്മയില് ഇത്രയും ജനം കൂടുന്നത് ആദ്യമായിട്ടാണ്. 24 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. എത്ര വലിയ സാദാത്യങ്ങളും പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും വന്നു. എരിപൊരിയുന്ന വെയിലത്ത് ഖബറിന്റെ അടുക്കൽ നിൽക്കാനും എല്ലാം ദുആയും എല്ലാം കഴിഞ്ഞ് പിന്നെയും ചെറുപ്പക്കാർ അവിടെ നിൽക്കുക വിശുദ്ധമായ ഖുർആനുമായിട്ട്. ഇടക്കിടക്ക് ഇടതടവില്ലാതെ ആ വീട്ടിലും ആ ഖബറിലും ഇങ്ങനെ ഓതൽ നടക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ പൊന്നുമോന് പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയില് അവനോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച മുഹ്സിൻ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അൻസ് സഹോദരൻ എന്നെ വിളിക്കുക. 11 മണിയായപ്പോ ആ ബൈക്കിൽ പുറകിലിരുന്ന ചെറുപ്പക്കാരനാണ്. ആ മുഹ്സിൻ ജൗഹരി എന്ന് പറയുന്ന ആ സഹോദരനെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദ് ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, ഉറങ്ങിയില്ല, ഞാൻ അങ്ങോട്ടൊന്ന് വരികയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ ഇന്ന് മയ്യത്തൊക്കെ അടക്കി, എന്താ അവന് ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്? ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് 3:30 കഴിയുമ്പോൾ വെളുപ്പിലെ 3:30 എഴുന്നേറ്റെങ്കിലാണ് എനിക്ക് ഉദ്ദേശിച്ച ട്രെയിനിൽ ഇവിടെ എത്താൻ പറ്റുക. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ട ആളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും നേരത്തെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ മുഹ്സിൻ എന്ന് പറയുന്ന പൊന്നുമോൻ പറഞ്ഞപ്പോൾ ഞാൻ വാതിൽ തുറന്നു. സിറ്റ് ഔട്ടിൽ തന്നെ അവനെ പ്രതീക്ഷിച്ചിരുന്നു. വേറൊരു മോനുമായിട്ട് അവൻ വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വന്നിട്ട് എന്നോട് പറയാ, വിതുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാ, ഇന്നലത്തെ ഒരു ദിവസവും ഞാൻ പിടിച്ചു നിന്നു. കാരണം എനിക്ക് അവനെ ഒരു വട്ടം കൂടി ഒന്ന് കാണാമായിരുന്നു. ഇവര് തമ്മിൽ അത്രയും വലിയ ബന്ധമാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എല്ലാ കാര്യത്തിനും ആലോചിക്കുന്നത് അവനോടാണ്. സ്വന്തം സഹോദരങ്ങളെ പോലെ ഒളിച്ചാടി നടന്നിരുന്ന പ്രിയപ്പെട്ട 2 ഇരട്ട സഹോദരങ്ങളെ പോലെയുള്ള ആ സഹോദരനോട് വിതുമ്പിക്കൊണ്ട് ആ പാതിരാവിലെ പറയാണ്, ഞാൻ നാളെ എങ്ങനെയാ, ഞാൻ എന്റെ മനസ്സിൽ എങ്ങനെ, ഇന്ന് ഈ രാത്രി ഞാൻ എങ്ങനെ ഉറങ്ങും? ഇന്ന് പകൽ സമയത്ത് അവസാനമായി ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവന്റെ മുഖം കണ്ടു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞിട്ട് വിതുമ്പിക്കൊണ്ട് എന്റെ മുമ്പിൽ ആ പാതിരാ സമയത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ തീരുമാനവും റബ്ബിന്റെ ഖളായും നമ്മളെല്ലാവരും ആ മരണത്തിന്റെ ക്യൂവിലാണ്. അവൻ സന്തോഷത്തോടെ യാത്രയായതാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ മരണ വിഷയവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ചടങ്ങുകളും അവിടെ കൂടിയിട്ടുള്ള പണ്ഡിതന്മാരും സാദാത്യങ്ങളും മുത്തഅല്ലിമീങ്ങളും മയ്യത്ത് നിസ്കാരവും പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് കൂടെ വന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, ഇന്ന് നീ വേണോ അവന്റെ അടുത്ത് കിടക്കാൻ? അവൻ മറ്റൊരു കൂട്ടുകാരനാണ്, ഒന്നുകിൽ അവനെ നിന്റെ വീട്ടിൽ കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ നീ അവന് കൂട്ടുകിടക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഖിലാസോടെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണേ. അല്ലാഹുവേ, ആ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗ്ഗത്തിന്റെ ഉദ്യാനമാക്കണേ അല്ലാ, സ്വർഗ്ഗത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ആ ഖബറിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അത്തരത്തിൽ വലിയ ആത്മീയ സപ്പോർട്ടുള്ള ഒരു മൗത്ത് ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളും ആ ക്യൂവിലല്ലേ? നമ്മളും ആ മരണത്തിന്റെ ക്യൂവിലല്ലേ? നമുക്കും പോകേണ്ടേ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയം നിന്റെ മേനിയഴക് കണ്ടു മാറൂല, നിന്റെ ശരീരത്തിന്റെ തുടിതുടിപ്പ് കണ്ടു മാറൂല. അസ്സലാത്തു ഖൈറും മിനന്നൗം. പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് കേൾക്കുന്ന സമയം നിനക്ക് പള്ളിയിലേക്ക് വരാൻ മടിയാണ്, നിനക്ക് സുബ്ഹി നിസ്കരിക്കാൻ മടിയാണ്. എന്നാൽ ചിലപ്പോൾ 5 മണി സമയത്ത് നീ എഴുന്നേൽക്കുകയാണ്. ചൂടായിരുന്നാലും തണുപ്പായിരുന്നാലും നിന്റെ ട്രാക്ക് സൂട്ട് ഇടുകയാണ്, ടൈറ്റ് ഫിറ്റ് ആകുന്ന ബെന്നിനും ഇടുകയാണ്, ടീഷർട്ട് ഇടുകയാണ്. അങ്ങനെ ഷൂ എല്ലാം എടുത്ത് കെട്ടിയിട്ട് നീ അങ്ങനെ ഓടുകയാണ്. നീ അങ്ങനെ വാമപ്പൊക്കെ ചെയ്ത് അടുത്തുള്ള ജിംനേഷ്യത്തിലേക്ക്, ഹെൽത്ത് ക്ലബിലേക്ക് പോവുകയാണ്. ഒന്നും കൂടി അവിടെ അങ്ങനെ അതാ
വാമപ്പൊക്കെ ചെയ്ത് 2 പുഷപ്പും പുള്ളക്കും ചിന്നിങ്ങും ഒക്കെ ചെയ്തിട്ട് ടെമ്പിൾസ് എടുക്കുകയാണ്. പല നിലക്കുള്ള മിഷനറീസും ഉപയോഗിക്കുകയാണ്. നിന്റെ ഉരുണ്ടുകൂടുന്ന ട്രൈസെപ്സ് കാണുമ്പോൾ, വളഞ്ഞു വരുന്ന ഉരുണ്ടുകൂടുന്ന ബൈസെപ്സ് കാണുമ്പോൾ, വളഞ്ഞു വരുന്ന ട്രൈസെപ്സ് കാണുമ്പോൾ, വിരിഞ്ഞു വരുന്ന ചെസ്റ്റ് കാണുമ്പോൾ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കപ്പ് ആൻഡ് ഷോൾഡർ കാണുമ്പോൾ, സൈഡിലുള്ള വിങ്സ് കാണുമ്പോൾ, അവന്റെ ഓരോ ആംസും അതാ കൈയുടെ സ്ട്രോങ് കാണുമ്പോൾ, ശരീരത്തിന്റെ അകാര സൗട്ടുള്ള ഭംഗി കാണുമ്പോൾ, പവ്വലിൽ എന്നെക്കാളും ബോഡിയിൽ ബിൽഡപ്പ് നടത്തുന്ന ഏറ്റവും നല്ല ബോഡിയുള്ള ആളാരാ? ഞാൻ അങ്ങനെ എന്റെ അൾട്രേഷൻ ചെയ്ത ബുള്ളറ്റിലോ എന്റെ വില കൂടിയ ബൈക്കിലോ ഞാൻ ഇങ്ങനെ പവ്വലിന്റെ റോഡിലൂടെ കടന്നു പോയാൽ, ഈ പരിസരത്തൂടെ എനിക്ക് കടന്നു പോയാൽ എന്നെ നോക്കാത്ത പെണ്ണുണ്ടോ? എന്നെ കണ്ടാൽ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പൊന്നുമോളെ നീയും ചിന്തിക്ക്. അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ വിളിക്കുത്തരം നൽകാതെ പാതിരയോളം നീ ഡിസ്പ്ലേ നോക്കിക്കൊണ്ട് കിടന്നാൽ എന്തെല്ലാം ദുരന്തങ്ങളാ, എന്തെല്ലാം പ്രതിസന്ധികളാ. തൊട്ടടുത്ത സമയത്തല്ലേ 800 പെൺകുട്ടികളുടെ ചിത്രങ്ങൾ DP വെച്ചതും ഇൻസ്റ്റയിൽ ഫോട്ടോ വെച്ചതുമൊക്കെ അടിച്ചു മാറ്റി മോർഫ് ചെയ്ത് ഉടുവസ്ത്രമില്ലാത്ത മീനികളോട് കുടുംബത്തിൽ തറവാട്ടിൽ പിറന്ന പെൺകുട്ടികളുടെ തലയും ചേർത്ത് വെച്ച് ടെലഗ്രാമിൽ വിൽപ്പന നടത്തിയ ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചില്ലേ? മക്കളെ, നിന്റെ ഫോട്ടോ നീ DP വെക്കല്ലേ പൊന്നുമോളെ. ഇൻസ്റ്റയിൽ നിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യല്ലേ. ഒരു അന്യപുരുഷൻ കാണത്തക്ക നിലക്ക് നീ അടിച്ചു പൊളിക്കുന്ന ഒരു രൂപത്തിലേക്ക് നീ പോകരുത്. ദുനിയാവിലും പ്രശ്നമാണ്, ആഖിറത്തിൽ അതിനേക്കാളും പ്രശ്നമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ കാക്കണേ അല്ലാ. അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. നല്ല ആബിദീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ നല്ല അച്ചടക്കമുള്ള സഹോദരിമാരാക്കണേ അല്ലാ. അതുകൊണ്ട് റബ്ബിനെ വെല്ലുവിളിക്കാൻ നിൽക്കല്ലേ. ഒരുപാട് ഫിറഔന്മാര് പോയിട്ടുണ്ട്, ഒരുപാട് ഹാമാന്മാര് പോയിട്ടുണ്ട്, ഒരുപാട് മസിൽ പവർ ഉള്ളവര് പോയിട്ടുണ്ട്, ഒരുപാട് ആരോഗ്യമുള്ളവർ പോയിട്ടുണ്ട്, അധികാരമുള്ളവർ പോയിട്ടുണ്ട്, പൊളിറ്റിക്കൽ പവർ ഉള്ളവർ പോയിട്ടുണ്ട്, എല്ലാരും പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇലക്ഷൻ വരിക, എക്സിറ്റ് പോളിലൊക്കെ ഇങ്ങനെ എക്സിറ്റ് പോൾ കഴിഞ്ഞില്ലേ അല്ലേ? എന്തു ആകട്ടെ, അള്ളാഹു ഖൈർ എളുപ്പമാക്കി തരട്ടെ. ഇപ്പൊ എന്നെ കൊണ്ട് അതല്ലേ പറയാൻ പറ്റൂ. പൊവ്വല് വന്നു, ഉസ്താദ് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ആരും ചിന്തിക്കണ്ട. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അല്ലാഹു തആല പോലെ മാമാക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി അല്ലാഹു വിജയിപ്പിക്കട്ടെ. പോലെ നീ എപ്പോഴും പാർട്ടി പറഞ്ഞപ്പോ എഴുന്നേറ്റാന്ന് വിചാരിച്ചു. ബ്ലോക്ക് അല്ലാഹു തആല നാടിന് ഖൈറായ വിജയം അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ പറഞ്ഞു. നമുക്ക് അങ്ങനെ പറയാലോ, അങ്ങനെ പറയാം. നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിന് പറ്റുന്ന വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത് ഏത് പാർട്ടിയാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കൂട്ടത്തില് ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും, ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി തോക്കും. രണ്ടും കൂടെ എന്തായാലും നടക്കൂല. ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. ഒരു വിഭാഗം ജയിക്കും, ഒരു വിഭാഗം തോക്കും. ആണോ? അന്നത്തെ ദിവസം ഒരുപാട് അദാബുകൾക്ക് അർഹമാകുന്ന രൂപത്തിൽ ഇടപെടുന്ന ചെറുപ്പക്കാരുണ്ട്. ഏത് പാർട്ടി ആവട്ടെ അല്ലേ? ജയിച്ച് തോറ്റുപോയ ആളിന്റെ കുടുംബത്തിനെ ആക്ഷേപിക്കുന്നവരുണ്ട്, അവരുടെ കുടുംബത്തിലെ പേരുകൾ പറഞ്ഞ് സിന്ദാബാദ് വിളിക്കുന്നവരുണ്ട്, അവരെ തെറി പറയുന്നവരുണ്ട്, ആക്ഷേപം പറയുന്നവരുണ്ട്, അസഭ്യം പറയുന്നവരുണ്ട്, തോന്നിവാസം പറയുന്നവരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകരിലേക്ക് പടക്കമെറിയുന്നവരുണ്ട്. പല നിലക്കുള്ള തോന്നിവാസങ്ങൾ കാണിച്ച് ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ പ്രകടനം ഒരു പാർട്ടിയിലുള്ള മുസ്ലിമും നടത്തല്ലേ. എനിക്കെന്റെ മുസ്ലിം സഹോദരങ്ങളോടെ പറയാൻ നിവൃത്തിയുള്ളൂ, എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടെ പറയാൻ നിവൃത്തിയുള്ളൂ. ജയിച്ചത് സന്തോഷമാണ്, തോറ്റത് നിരാശയാണ്. അതോടുകൂടി അത് കഴിഞ്ഞു. ജയിച്ച പാർട്ടി പിന്നെ എല്ലാവരുടെയും ആളാണ്, ജയിച്ച മന്ത്രി പിന്നെ എല്ലാവർക്കും ഉള്ളതാണ്. എന്റെ പാർട്ടിക്ക് മാത്രമേ പറ്റൂ, അങ്ങനെ പറ്റൂല. പടച്ചവും പിടിച്ചു നിർത്തും. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതുകൊണ്ട് ഒരിക്കലും അതിരുവിടുന്ന സന്തോഷ പ്രകടനത്തിലേക്ക് പോകരുത് എന്ന് വളരെ സ്നേഹത്തോടെ സന്ദർഭോചിതമായി കൊണ്ട് പറയുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇനി നിങ്ങൾ നല്ല റാഹത്തായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഒരു സലാത്ത് എല്ലാവരും ഉറച്ച് പുറത്ത് നിൽക്കുന്ന എല്ലാ മക്കളും ഇത്രയും നേരം അൽഹംദുലില്ലാ ആ ചെറുപ്പക്കാരൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഓരോ ആളുകളെയും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഫമറ 1000 തവണ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പുറത്ത് നിന്നിട്ടാണെങ്കിലും ബൈക്കിൽ ഇരുന്നിട്ടാണെങ്കിലും ആ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, സ്നേഹമുള്ള സഹോദരങ്ങൾ, കാസർഗോഡ് വരുന്നു എന്ന് മെസ്സേജ് കണ്ടപ്പോൾ, പോസ്റ്റർ കണ്ടപ്പോൾ എപ്പോഴാ ഉസ്താദ് എത്തുക, അവിടെ എത്തിയോ, എവിടെയാ സ്റ്റേ ഉണ്ടാവുക, എപ്പോഴാ തുടങ്ങുക, ഞങ്ങൾ വരും, ഇങ്ങനെ ഞങ്ങൾ ഗൾഫിലാണ് വരാൻ പറ്റില്ലല്ലോ ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിലാണ്, ഇങ്ങനെ ഇന്ന് എത്ര മെസ്സേജാണ് എൻ്റെ മൊബൈലുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരല്പസമയം ഈ സദസ്സിലേക്ക് കയറി നിൽക്ക്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ദുആരക്കാം. പ്രവർത്തകരുൾപ്പെടെ ഇൻഷാ അല്ലാഹ് റോഡിൽ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ കുറഞ്ഞ ചെയറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഉള്ള ചെയർ ഇരിക്കും. ഇൻഷാ അല്ലാഹ് തികയുന്നില്ലെങ്കിൽ ചെയർ വേറെ ഇറക്കി തരും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, വളരെ ആത്മാർത്ഥമായി 9 മണിക്ക് വഅദ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 8:30ക്ക് വഅദ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 8 മണിക്ക് അവർ വന്ന് സ്ഥാനം പിടിക്കുന്നവരാ അല്ലെ. നമ്മളൊക്കെ തുടങ്ങിയതിന് ശേഷം സൗണ്ട് കേട്ടുകൊണ്ട് നമ്മൾ വരിക പുരുഷന്മാര്. സഹോദരിമാരങ്ങനല്ല. 8:30ക്ക് വഅദ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അവർ 8 മണിക്ക് അവിടെ എത്തും. ഭയങ്കര ആ വിഷയത്തിൽ വലിയ ഈമാനാ. സദസ്സിനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ബക്കറ്റുണ്ടോ? പതിവുണ്ടോ ബക്കറ്റ്? ഇല്ലെങ്കിൽ വേണ്ട. ഒരു ബക്കറ്റ് പോയിക്കോട്ടെ. പോയോ? പോയി കഴിഞ്ഞോ? ഇപ്പൊ പോയതേ ഉള്ളൂ. നേരത്തെ പോയോ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ ആ നിലയ്ക്ക് എല്ലാ നിലക്കും സഹകരിക്കുന്നവരാണ് ഈ നാട്. വലിയ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറയല്ല, വലിയ ബറക്കത്തുള്ള. എത്ര തവണയാണ് പ്രിയപ്പെട്ട മൊയ്തു ഹാജി അവരുകൾ വിളിച്ചത്, ഉസ്താദ് എവിടെ എത്തി, എന്തായി? അൽഹംദുലില്ലാ. വളരെ ഉത്തരവാദിത്വ ബോധമുള്ളൊരു ടീമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അല്ലാഹു തആല അവർക്ക് ഖൈറ് നൽകട്ടെ, അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു തആല സിഹത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. നാളെ നല്ല ബറക്കത്തുള്ള മജ്ലിസുൻ നൂർ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ചീരണി തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. എന്താ നാളത്തേക്ക് ഭക്ഷണം കൊടുക്കുക?